കേൾക്കാം. തുടങ്ങിക്കോട്ടെ വിഷ്ണു. ഹലോ കൊച്ചു, തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമേനി, മർത്തമറിയ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മർത്തമറിയ സമാജത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി സിനു, ട്രസ്റ്റായി സേവനം അനുഷ്ഠിക്കുന്ന ലിനിക്കൊച്ചമ്മ, പ്രയർ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന എലിസബത്ത് ആന്റി, എന്നെ ഈ വചന ശുശ്രൂഷയ്ക്കായി പ്രത്യേകം ക്ഷണിച്ച പ്രിയപ്പെട്ട സാലി കൊച്ചിനോടും പ്രിയപ്പെട്ട എല്ലാ കൊച്ചമ്മമാരോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന മർത്തമറിയ സമാജത്തിന്റെ സീനിയർ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട ഏവരുമേ കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വാഴ്ത്താം. നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ ഈ കാലഘട്ടത്തെ കുറിച്ച് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെയും നേരിടുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ സ്നേഹമില്ലായ്മ, പ്രാർത്ഥനയുടെ കുറവ് ഇതൊക്കെയുമാണ്. അതിനായി നാം നല്ലവണ്ണം പ്രാർത്ഥനയുള്ളവരാകണം. പ്രാർത്ഥനയാണ് ജീവിതത്തിന്റെ വൻബലം. എവിടെ നോക്കിയാലും പ്രാർത്ഥനയോടെ ഉള്ള ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന എല്ലാ മർത്തമറിയ സമാജ അംഗങ്ങൾ ആയിരിക്കുന്ന നാം ഓരോരുത്തരെയും ഈ സ്ത്രീജന കൂട്ടായ്മയിലൂടെ നമ്മുടെ കുടുംബത്തെ, സമൂഹത്തെ, വ്യക്തിബന്ധങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. നമുക്ക് ഒരു ഭവനത്തിൽ സ്ത്രീയുടെ സ്വാധീനം വളരെ വലുതാണ്. ഒരു സ്ത്രീക്ക് ദൈവമായുള്ള ബന്ധത്തിൽ കുടുംബത്തെ നയിക്കാൻ ഒരുപാട് ചുമതലകൾ ഉണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഭവനത്തിൽ അമ്മയ്ക്ക് പ്രയാസമോ ദുഃഖമോ നേരിട്ടാൽ ആ ഭവനത്തിൽ പിന്നീട് ബാക്കിയുള്ളവരുടെ എല്ലാം സന്തോഷം മാറിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ്, വഴികാട്ടിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയരുതാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു വിശ്വാസി അഥവാ ദൈവ പൈതൽ ദൈവത്തെ അറിഞ്ഞു മാത്രമാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചാൽ അവനിൽ പൈശാചികമായ ബന്ധനങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകുകയില്ല. ഒരിക്കൽ പോലും പറയരുതാത്ത വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ഇതിന് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വചനമാണ് സങ്കീർത്തനം 34 12, 13 വാക്യങ്ങൾ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ. 13ാമത്തെ വാക്യം, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അകരത്തെയും കാത്തുകൊള്ളുക. ഈ വചനങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് സ്നേഹത്തിലും അനുഗ്രഹത്തിലും ആഴമേറിയ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. ചില അനുഗ്രഹങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസ്സും സന്തോഷവും കിട്ടണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനത്തിനും സത്യത്തിനും അടിമയായി ജീവിക്കണം. ഇങ്ങനെ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാനായിട്ട് ഞാൻ ഒരു 3-4 ഫോർമേഷൻ
ഇതിലൂടെ ഞാൻ നിങ്ങളെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, അഹങ്കാരത്തോട് സംസാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അഹങ്കാരം എന്ന ഭാവം വന്ന് വീഴുമ്പോൾ, അഹങ്കാരം എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഈഗോ, ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിൽ കൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൂടാതെയോ ഒരുപാട് അഹങ്കാരത്തോടും അഹംഭാവത്തോടും ചിന്തിക്കാറുമുണ്ട്. എന്നാൽ ദൈവം നമ്മളെ സാമൂഹിക ജീവിയായിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ആ ഒരു സാമൂഹിക ജീവി എവിടെയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്? കുടുംബത്തിലാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. സാമൂഹിക ജീവിതം കുടുംബത്തിൽ ആരംഭിക്കുമ്പോൾ, നല്ല സാമൂഹിക ജീവിതം ഉണ്ടാകുമ്പോൾ നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും നമുക്ക് കൂട്ടുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ അഹന്തയോ അഹങ്കാരമോ അവിടെ ഇല്ലാതെ ആയി നഷ്ടപ്പെട്ട് അഹങ്കാരത്തെയും അഹന്തയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയണം. അവിടെ നമ്മളിൽ ഈ അഹങ്കാരം അഥവാ ഈഗോ ഉണ്ടാകുന്നത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 3 പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. നാം അഥവാ നമ്മൾ ആരായിരുന്നാലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുമ്പോഴാണ് ഈഗോ എന്ന ഭാവം നമ്മളിൽ ഉണ്ടാകുന്നത്. പിന്നീട് നമുക്ക് ദുഷ്ടചിന്തകളിൽ നിന്നും പൈശാചിക ചിന്തകളിൽ നിന്നും നാം അകപ്പെട്ടു പോകും. അങ്ങനെ ഭാവിക്കേണ്ടതിന് മീതെ ചിന്തിക്കാതെ നാം ആയിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഈ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ എങ്ങനെ നല്ലതായിട്ട് ജീവിക്കണം എന്ന് നമുക്ക് പ്രബോധിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഒന്നും എന്റെ കഴിവല്ല, പിന്നെയോ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ 2 വരി പാട്ട് ഓർത്തു പോവുകയാണ്. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഇതൊന്നും എന്റേതല്ല, ഇതൊന്നും ഞാൻ നേടിയതല്ല എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അഹങ്കാരം നമ്മളിൽ നിന്നും മാറിപ്പോകും. അങ്ങനെ നാവിനെ അഹങ്കാരത്തിൽ നിന്നും മാറ്റി ജീവിക്കാൻ ഇടയാകട്ടെ. രണ്ടാമതായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുപ്പോടെ സംസാരിക്കരുത്. വെറുപ്പോടെ സംസാരിക്കരുത്. എന്താണ് വെറുപ്പ്? അസൂയ അഥവാ ജലസി, ഇങ്ങനെയുള്ള ചിന്തകളെയാണ് വെറുപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും നമ്മെ അകറ്റുന്ന അവസ്ഥയാണ് അസൂയ. അത് നാം സംസാരത്തിൽ കൂടെ വെറുപ്പോടെ ഉള്ള സംസാരം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പ് കിട്ടുകയും നാം അവരിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യും. അതായത് ഞാൻ അതിൽ ചിന്തിക്കുന്നത്, എനിക്ക് ഇല്ലാത്ത ഒന്ന് മറ്റൊരാൾക്ക് കിട്ടരുത് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വെറുപ്പ് കിട്ടും. വാമൊഴിയായി പല കാര്യങ്ങൾ നാം പറയാറുണ്ട്. ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർ അനുഭവിക്കാൻ
അനുഭവിക്കണ്ട, എനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർക്ക് കിട്ടണ്ട, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പാണ് കിട്ടുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം സമാധാനത്തോടെ കഴിയാൻ ഇടവരണം. ദൈവശക്തിക്ക് പകരം ശക്തി നമ്മളിൽ ഉണ്ടാകരുത്. റോമർ 14:7 നമ്മളോട് പറയുന്നു, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. റോമർ 14:7 പറയുന്നു, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. ഇങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് വെറുപ്പിന്റെ വാക്കുകൾ നമ്മളിൽ ഉണ്ടാകുകയില്ല. വീണ്ടും ഫിലിപ്പിയർ 2:3 ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ എന്ന് നമ്മൾ ബൈബിൾ വചനം പഠിപ്പിക്കുന്നു. എന്നെ പലതരത്തിൽ വേദനിപ്പിച്ചവർ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് മുറിവേൽപ്പിച്ചവർ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ചിന്ത എങ്ങനെ വേണം? ദൈവമേ, എന്നെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വെറുപ്പിൽ നിന്നും നമുക്ക് മാറുവാൻ, വെറുപ്പിനെ മാറ്റി നമുക്ക് സ്നേഹമുള്ളവരായി തീരുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് ശാപവാക്കുകൾ പറയണം. നമ്മുടെ നാവിൽ നിന്ന് ശാപവാക്കുകൾ, ഉദാഹരണത്തിന്, നീ നന്നാവില്ല, നിനക്ക് ഗുണം കിട്ടുകയില്ല, ഇങ്ങനെയുള്ള വെറും തെറ്റായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പെട്ടെന്ന് പലതരത്തിൽ പല സന്ദർഭങ്ങളിൽ വീണു പോകാറുണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങളെ നാം ഒഴിവാക്കി നമ്മുടെ നാവുകളെ കടിഞ്ഞാണിട്ട് കാത്തുകൊള്ളണം. ഇങ്ങനെ നാം സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് പൈശാചികമായ ശക്തിയും പൈശാചികമായ പ്രവർത്തനവും ആണ് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് വേണ്ടുന്നത്. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നാം എപ്പോഴും ഒരുങ്ങണം. 2 കൊരിന്ത്യരിൽ പറയുന്നത് പോലെ യേശു പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപ വാങ്ങിച്ച് നമ്മൾ ചിന്തിച്ച് എപ്പോഴും ആ ചിന്തയിലാണെങ്കിൽ നമ്മളിൽ നിന്ന് ശാപവാക്കുകൾ വീഴുകയില്ല. അടുത്തതായിട്ട് നിരാശയോട് സംസാരിക്കരുത്. നിരാശ എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതാകുന്ന അവസ്ഥ, ശൂന്യമായി പോകുന്ന അവസ്ഥയാണ് നിരാശ എന്ന് നാം ഉദ്ദേശിക്കുന്നത്. നിരാശയോട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ചില വാക്കുകളെ കുറിച്ച്, ചില സെന്റൻസുകൾ ഞാനൊന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാകാനായിട്ട് പറയുകയാണ്. എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, ഞാൻ മൂലം വേറൊരാൾക്ക് ഭാരമാണ്, എന്റെ വിധി ഇതാണ്. ഇങ്ങനത്തെ പലതരത്തിലുള്ള പാഴ്വാക്കുകൾ നമ്മളിൽ നിന്ന് വീഴാറുണ്ട്. ഇങ്ങനെയുള്ള നിരാശപ്പെടുന്ന വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെ അകന്നു മാറുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല, നാം ചിന്തിക്കണം, ഈ വാചകങ്ങൾ സംസാരിക്കാതെ നമ്മെ ഈ വാചകങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാലോ ദൈവത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകണം, രക്ഷ പ്രാപിക്കണം. എന്റെ ദൈവം എന്നെ കൂടുതൽ അനുഗ്രഹിക്കും, എന്നെ കൈപിടിച്ച് നടത്തും, എന്നെ ശക്തിപ്പെടുത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ നിരാശയുടെ വാക്കുകളെ ഒഴിവാക്കി ഇരിക്കാൻ നമുക്ക് ഇടയാകണം. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. തന്നെത്താൻ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് നിരാശരാകാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ചിന്തിച്ച് നിരാശയിൽ നിന്ന് മാറി ജീവനിലേക്ക് ആയിത്തീരുവാൻ നമുക്ക് ഇടയാകണം. അടുത്തതായിട്ട്
കുറ്റബോധത്തിൽ നാം പറയരുത്. കുറ്റബോധത്തോടെ നാം സംസാരിക്കരുത്. നമ്മൾ തന്നെ നമ്മെ കുറ്റപ്പെടുത്തി ചില നേരങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട്. ചില അവസ്ഥകളിലൊക്കെ നമ്മൾ തന്നെ നമുക്ക് തന്നെ നമ്മളോട് തന്നെ കുറ്റം പറയാറുണ്ട്. എന്റെ കുടുംബത്തിലോ എന്തോ ദോഷം വന്നതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ഇതില്ലാത്ത നല്ലതായിട്ടല്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ ഇടവരും. ഇങ്ങനെയുള്ള കുറ്റബോധത്തിൽ നാം പറയരുത്, സംസാരിക്കരുത്. ഇതൊക്കെയും പൈശാചികമായ ജീവിതത്തിന് ഇടയാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഇങ്ങനെയുള്ള വഴികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ വളരെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള വാക്കുകൾ പെട്ട് പൈശാചികമായ അടിമയായി തീരാതെ അവർ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ പൈശാചികമായ ചിന്ത പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെ അടയാളമാണ്. ഓക്കെ, അതിനായി പൗലോസ്ലീഹ നമ്മളോട് പിന്നെയും പറയുന്നു എങ്ങനെ വേണം നമ്മൾ എന്ന്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:27 ഇങ്ങനെ പറയുന്നു: പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാതെ ഇരുന്നാൽ നമ്മളിൽ ആര് വസിക്കും? ദൈവം വസിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ വാക്കുകൾ, വചനങ്ങൾ സമൂഹത്തിലും കുടുംബങ്ങളിലും ഒക്കെയും കൂടുതൽ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനും നിശ്ചയമായി തീരുവാനും നമുക്ക് ഇടയാകും. സങ്കീർത്തനം 32:9 പറയുന്നു: നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോർ കഴുതയെയും പോലെ ആകരുത്. അവരുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. കുതിരയ്ക്കും കോർ കഴുതയ്ക്കും കടിഞ്ഞാണിട്ട് കാത്ത് അവർ നടക്കേണ്ടുന്ന പാതയെ നടക്കുവാൻ അവരെ ഇടയാക്കുന്നത് പോലെ നമ്മുടെ നാവുകൾ ഇങ്ങനെയുള്ള അനിഷ്ടമായ വാക്യങ്ങൾ കൊണ്ട്, അനിഷ്ടമായ വാചകങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകളെ പൈശാചികന് വിട്ടുകൊടുക്കാതെ കടിഞ്ഞാണിട്ട് കാത്തുകൊള്ളുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ഇതും വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിലും നമ്മുടെ നാവിനെയും കടിഞ്ഞാണിട്ട് നാം കാത്തുകൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നമുക്ക് നിറഞ്ഞ് ജീവിക്കുവാൻ, എപ്പോഴും പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധനായ പരിമള തിരുമേനി പരിശുദ്ധ പരിമള തിരുമേനിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ തിരുമേനിക്ക് നേരിട്ട് ആ സന്ദർഭത്തിലൊക്കെയും തിരുമേനി പ്രാർത്ഥനയോടും വളരെ വിശ്വാസത്തോടും കൃപകൾക്ക് വേണ്ടിയിട്ടും ആയി ജീവിച്ചപ്പോൾ തിരുമേനി ഒരു പരിശുദ്ധനായി തീരുവാൻ തിരുമേനിക്ക് സാധിച്ചു. ആ പരിശുദ്ധനെ നോക്കി ആ പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന നാം ഓരോരുത്തരും നമുക്ക് ആ പരിശുദ്ധനെ പോലെ നമ്മുടെ ജീവിതത്തിലും പൈശാചികമായ ചിന്തകളിൽ നിന്നും ദുഷ്ടവിചാരങ്ങളിൽ നിന്നും നേഷ്ടതകളിൽ നിന്നും മാറി നമുക്ക് ദൈവികരായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. വീണ്ടും നമ്മുടെ സഭയുടെ ശുദ്ധീകരണമായ പൂതോസ്തിത്വയും കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ ശുദ്ധീകരണത്തോടെയാണ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അങ്ങനെ ഒരു ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഇനി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഉടയാത്ത ഒരു ഹൃദയം ഉണ്ടാകുവാനും, ആരെയും മുറിവേൽപ്പിക്കാത്ത ഒരു പുഞ്ചിരി ഉണ്ടാകുവാനും, ആരെയും വേദനിപ്പിക്കാത്ത ഒരു സ്പർശനം ഉണ്ടാകുവാനും, ഒപ്പം ഒരിക്കലും അവസാനിക്കാത്ത ഒരു സൗഹൃദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സിബി തോമസ് കൊച്ചമ്മ നമുക്കായി നൽകിയ അനുഗ്രഹീതമായ ഒരു വേദപഠന ധ്യാനം നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞു. 150 സങ്കീർത്തനങ്ങളിൽ 34 സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങളെയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് കൊച്ചമ്മ ആദ്യോടന്തം ശ്രദ്ധിച്ചതും ശ്രമിച്ചതും. 13, 14 വാക്യങ്ങൾ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരും. ഈ വേദഭാഗം വായിക്കാത്ത ആരും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനൊരു തലക്കെട്ടുണ്ട്. ദാവീദ് അബീമലേക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് മടങ്ങുമ്പോൾ പാടിയ ഒരു ധ്യാന സങ്കീർത്തനം എന്നാണ് അതിന്റെ തലക്കെട്ട്. കേവലം 22 വാക്യങ്ങളിൽ ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ സങ്കീർത്തനം അവസാനിക്കുകയാണ്. സങ്കീർത്തനത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണകളുണ്ട്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് കൊച്ചമ്മ പ്രത്യേകമായി നമ്മളോട് ഉപദേശിച്ചതും ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മളെ അറിയിച്ചതും നാവിനെക്കുറിച്ചും അധരത്തെക്കുറിച്ചും ദോഷം വിട്ടകന്ന് ജീവിക്കുന്നതിനെക്കുറിച്ചും സമാധാനം അന്വേഷിക്കുന്നതിനെക്കുറിച്ചും ദാവീദ് നമുക്ക് നൽകുന്ന ഒരു ഉപദേശത്തിന്റെ ഒരു നട്ട്ഷെൽ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ നമുക്ക് നൽകിയത് അഹങ്കാരത്തോടെ, വെറുപ്പോടെ, നിരാശയോടെ, കുറ്റബോധത്തോടെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്ന് ജീവിക്കുവാൻ പ്രാപ്തരാകണം. അതിനുള്ള ദൈവകൃപ നേടിയെടുക്കുന്ന സന്ദർഭമായിട്ടാണ് കൊച്ചമ്മ നമ്മളെ ഓരോ കാര്യവും, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ധാരാളം വാക്യങ്ങൾ, പരിശുദ്ധനായ പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള പല വ്യക്തിത്വങ്ങളെ കൃത്യമായി അടർത്തിയെടുത്ത് ഇതിനോട് ചേർത്ത് വെച്ച് വളരെ ശാന്തമായി നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുകയായിരുന്നു. ഈ വേദഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ കൂടി മാത്രം കൂട്ടിച്ചേർക്കട്ടെ. പ്രത്യേകിച്ച് കൊച്ചമ്മ നമ്മളെ നന്നായി ഈ വിഷയം ഒരു അധ്യാപികയുടെ വളരെ ഭംഗിയായ ആത്മാർത്ഥതയോടുകൂടി നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്ത് ദാവീദ് ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് calling God's people to praise. ഈ വാക്യം തുടങ്ങുന്നത് ശ്രദ്ധിച്ചാൽ വളരെ നമുക്ക് ആദ്യത്തെ തലക്കെട്ടും ആദ്യത്തെ വരിയും തമ്മിൽ ഒരു വലിയ കോൺട്രഡിക്ഷൻ തോന്നുന്നു. ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഉത്കണ്ഠയും ആകുലതയും പ്രതിസന്ധിയും ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പാടുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മൾ സാധാരണ മിക്കവാറും ഈ വാചക പ്രാർത്ഥന ചെയ്യുന്ന 100-ൽ 99% ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഞാൻ ഈ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പക്ഷെ ഈ വാക്യം ചൊല്ലുമ്പോൾ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം. നിരാശയുടെയോ പരാജയത്തിന്റെയോ ഒരു രോഗത്തിന്റെയോ പ്രതിസന്ധിയുടെയോ ഏതെങ്കിലും വക്കിൽ നമ്മൾ എത്തുമ്പോൾ ഈ വാക്യം ആത്മാർത്ഥമായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദാവീദ് പഠിപ്പിച്ചത് 1-ാമത്തെ പ്രമാണം അത് തന്നെയാണ്. calling God's people to praise always, whatever happens, whatever the situation. ഇത് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 2, തുടർന്നുള്ള വാക്യങ്ങളിലെല്ലാം teaching the people of God about certain virtues. നന്മകളിലൂടെ ജീവിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ അതിനോട് ചേർന്ന് ദാവീദ് പ്രതികരിക്കുകയാണ്, പ്രതിപാദിക്കുകയാണ്. ഫൈനൽ വൺ, God's care for the righteous ones. ഏറ്റവും അവസാനത്തെ വാക്യം വായിച്ചാൽ മാത്രം മതിയാകും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുന്നില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നവനെ ദൈവം രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ പരീക്ഷയിൽ നിന്നോ മാറ്റുമെന്നോ ധനം കൊണ്ട് സമൃദ്ധമാക്കുമെന്നോ പഴയ വീടിന് പകരം പുതിയ വീട് നൽകുമെന്നോ
പഴയ മൊബൈലിന് പകരം പുതിയ മൊബൈൽ തരുമെന്നോ ജോലി നഷ്ടപ്പെടുമ്പോൾ പുതിയ ജോലി തരുമെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നെങ്കിൽ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നത് അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. കർത്താവ് ദൈവത്തിന്റെ ന്യായവിധിയുടെ സന്ദർഭത്തിൽ ദൈവം നമുക്ക് വിടുതൽ നൽകുവാൻ ഉള്ള ഏറ്റവും വലിയൊരു സാധ്യതയെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 34-ാം സങ്കീർത്തനം. ഒരു വാക്ക് കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഹൗ വി ക്യാൻ സ്റ്റേ ഇൻ ഹാപ്പിനെസ് ഈവൻ വിത്ത് എനിമീസ് ആൻഡ് പെയിൻ. ഇതാണ് ഈ വേദഭാഗത്തിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. പ്രതിസന്ധിയും വേദനയും ഉണ്ടാകുമ്പോഴും ദൈവം നൽകുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് ലോകപരമായി കിട്ടുന്ന സന്തോഷമാണ് ഹാപ്പിനെസ് എങ്കിൽ ജോയ് എന്നൊരു വാക്കുണ്ട്, ജോയസ് എക്സ്പീരിയൻസ്. അത് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കുമെന്ന് ദാവീദ് പഠിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 വാക്ക്, 3-4 കാര്യങ്ങൾ കൊച്ചുമ്മ നമ്മളെ പഠിപ്പിച്ചു. അഹങ്കാരത്തോടെ അരുത്, വെറുപ്പോടെ അരുത്, നിരാശയോടെ ആകരുത്, കുറ്റബോധത്തോടെ ആകരുത്. ഇങ്ങനെ ഏതാനും കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ ഇത് കൂടുതൽ വ്യക്തത നൽകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. പ്രത്യേകിച്ച് സിബി തോമസ് കൊച്ചമ്മ അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും, സാധാരണ ചിലരെങ്കിലും ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ പറയും ഞാൻ മറ്റൊരവസരത്തിൽ പ്രസംഗിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസം ചിലപ്പോഴൊക്കെ ചെയ്യുമെങ്കിൽ കൊച്ചമ്മ പതറാതെയും പ്രതിസന്ധി വന്നപ്പോൾ ധൈര്യം നഷ്ടപ്പെടാതെയും ഈ കാര്യം ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചതിൽ കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹം ഞങ്ങൾ കേട്ടവരായ എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച സാലി കൊച്ചമ്മയും അതിനുവേണ്ടി ഏറെ അധ്വാനിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവിടെ അവസാനിക്കപ്പെടുമ്പോൾ നമ്മൾ കേട്ടതായ വാക്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് വെക്കുവാൻ അല്പസമയം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ വാക്യത്തിന് കൂടുതൽ അനുഗ്രഹവും കൃപയും ലഭിക്കുന്നതെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മളെ അതിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കട്ടെ. ബഹുമാനപ്പെട്ട